നമ്മുടെ പറമ്പിലൊക്കെ പടവലവും പാവലവും ഒക്കെ കൃഷി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. നമ്മൾ വിത്തിട്ട് അത് മുളച്ച് പൊന്തുമ്പോൾ അതിന് തോന്നിയതുപോലെ പടരാൻ നമ്മൾ അനുവദിക്കാറില്ല. അങ്ങനെ നമ്മൾ വിട്ടുകൊടുത്താൽ അത് മണ്ണിൽ തന്നെ പടരാൻ ശ്രമിച്ച് ചീഞ്ഞു പോകും എന്ന് നമുക്കറിയാം. നമ്മൾ ഒരു താങ്ങുതടി കുത്തി അതിൽ ഈ പടവലത്തിൻ്റെയും പാവലത്തിൻ്റെയും ഒക്കെ ആ മുളച്ച് പൊന്തുന്നത് കെട്ടി വെച്ച് ഒരു പന്തലൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴാണ് അത് ആ താങ്ങുതടിയിലൂടെ കയറി പന്തലിച്ച് ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത്. പത്രോസും പൗലോസും ക്രിസ്തുവാകുന്ന താങ്ങുതടിയിൽ കെട്ടപ്പെടാൻ തയ്യാറായപ്പോഴാണ് അവരുടെ ജീവിതം പടർന്ന് പന്തലിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ഫലം കായ്ക്കുന്ന ഒന്നായിട്ട് മാറുന്നത്. ക്രിസ്തുവിൻ്റെ താങ്ങുതടി എന്ന് പറയുന്നത് അവിടുത്തെ കുരിശാണ്. ആ കുരിശിൽ കെട്ടപ്പെടാൻ അവർ തയ്യാറാകുമ്പോൾ, ഈശോ കുരിശിൽ മരിച്ചതുപോലെ തന്നെ മരിക്കാൻ സഹിക്കാൻ അവർ തയ്യാറായപ്പോൾ അവർ പടർന്ന് പന്തലിച്ച് ഫലം കായ്ക്കുന്ന ഒന്നായിട്ട് മാറി. നമ്മുടെ ജീവിതത്തിലും ക്രിസ്തുവാകുന്ന താങ്ങുതടിയിൽ കെട്ടപ്പെടാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടങ്ങളെക്കാൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ കെട്ടപ്പെടാൻ, അവരുടെ ദുഃഖങ്ങളിൽ, അവരുടെ വേദനകളിൽ നമ്മുടെ സുഖങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും വേണ്ടെന്ന് വെച്ച് അതൊക്കെ മാറ്റി കെട്ടപ്പെടാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ഈ ക്രിസ്തുവിൻ്റെ ഈ താങ്ങുതടിയാകുന്ന കുരിശിൽ കെട്ടപ്പെടുന്ന പത്രോസിനെ പോലെ പൗലോസിനെ പോലെ കെട്ടപ്പെടുന്ന, അതുവഴിയായി പടർന്ന് പന്തലിക്കുന്ന ഫലം കായ്ക്കുന്ന, ദൈവത്തെ അതുവഴിയായി മഹത്വപ്പെടുത്തുന്ന മനുഷ്യരായിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കും എന്ന് സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഇപ്പം നല്ല മഴയുള്ള ദിവസങ്ങളാണ്. ഇന്നൊരു ദിവസം അവധി കിട്ടി എന്ന് കരുതുക. നമ്മൾ ജോലിയുടെ ഒരുപാട് സ്ട്രെസ്സുള്ള ആളാണ്. നല്ല മഴയത്ത് വീട്ടിലും ഇന്ന് കാര്യമായിട്ട് പണികളൊന്നുമില്ല. ഈ മഴയത്ത് പുതച്ചു മൂടി കുറച്ചു നേരം ഒന്ന് കിടക്കാനായിട്ട് വിശ്രമിക്കാനായിട്ട് ആഗ്രഹിച്ച് കട്ടിലിലേക്ക് ചായുമ്പോൾ തൊട്ടടുത്ത വീട്ടിലെ പ്രായമായ ഒറ്റയ്ക്ക് താമസിക്കുന്ന അമ്മച്ചി ഫോണിൽ വിളിക്കുകയാണ്. മോൻ വീട്ടിലുണ്ടോ? വീട്ടിലുണ്ടെങ്കിൽ എൻ്റെ മരുന്ന് തീർന്നിരിക്കുകയാണ്, അത് ഉടനെ പോയി വാങ്ങി തരാനായിട്ട് പറ്റുമോ? അത് കേൾക്കുമ്പോൾ നമുക്ക് കുറേ നാൾ കൂടി ഒന്ന് വിശ്രമിക്കാനായിട്ട് കിട്ടിയ ഒരു സമയമാണ്. എന്തെങ്കിലുമൊക്കെ ഒഴികഴിവ് പറഞ്ഞ് അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമോ? അതോ ആ അമ്മച്ചിയുടെ ആവശ്യത്തിന്മേൽ നമ്മളെ തന്നെ കെട്ടപ്പെടാനായിട്ട് നമ്മൾ അനുവദിക്കുമോ? ഞാനിപ്പോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ എൻ്റെ ഇഷ്ടത്തിൻ്റെ നടുവിൽ മറ്റൊരാളുടെ ആവശ്യത്താൽ കെട്ടപ്പെടാനായിട്ട്, എന്ന് പറഞ്ഞാൽ എൻ്റെ ആ ഇഷ്ടം മാറ്റിവെച്ച് ആ ആവശ്യത്തിന് വേണ്ടി എൻ്റെ സുഖവും താല്പര്യവും ഒക്കെ മാറ്റിവെച്ച് ഇറങ്ങിത്തിരിക്കാൻ തയ്യാറാണോ എന്നുള്ളതാണ്.